ഞാൻ നമ്മുടെ പൊതുവായൊരവസ്ഥ പറഞ്ഞതാ. നമ്മളൊന്നും ഇല്ലാത്തവരെ ഉണ്ണിയേട്ടാ, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവര്. 10 സെന്റ് സ്ഥലം മേടിക്കുക, അതിൽ ചെറുതാണെങ്കിൽ ഒരു വീട് വെക്കാന്നുള്ളതൊക്കെ ഉണ്ണിയേട്ടന്റെ സിനിമ പോലെ എന്റെയും വിദൂര സ്വപ്നങ്ങളാ. ആ ഇന്ന് ടീച്ചേഴ്സ് റൂമിൽ ഒരു ചർച്ച നടന്നു. ബിന്ദു ടീച്ചറുടെ ഹസ്ബൻഡ് കുറച്ച് വിസ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് സംഘടിപ്പിച്ച് മിസ്റ്റർ ഒറ്റപ്പാല ഉണ്ണിയെ പറത്തിയാലോ എന്ന് തോമസ് മാഷ്. ടീച്ചേഴ്സ് റൂമിൽ ഒരു ബോംബ് വെക്കും. ഉണ്ണിയേ, എന്താണ് കാര്യമായ ഒരു ചർച്ച? ഇവളുടെ തോമസ് മാഷിക്ക് എന്നെ ഗൾഫിലേക്ക് കയറ്റിവിടാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ നോക്കിക്കൂടെ പഹയ, നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ പോകാനാണ് ഇത്രയും ഞാൻ സിനിമയുടെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടന്നത്. മദ്രാസിലെ പൊരി വെയിലത്തും ഊട്ടിയിലെ കുടം തണുപ്പത്തും ഒക്കെ രാത്രിയും പകലുമില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടത്. പോയാലും ഇടയ്ക്കൊക്കെ വന്നൂടെ, എന്നിട്ട് സിനിമേന്റെ ഏർപ്പാട് നോക്കല്ല. പോയാ പിന്നെ പോയി. മറ്റേത് കാര്യം പോലെ അല്ല സിനിമ. ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധം അത് നഷ്ടപ്പെട്ട പിന്നെ നമ്മൾ തികച്ചു അന്യരാകും. ഉണ്ണിസാറ് ഉണ്ട് കുളിക്ക. എന്താ പ്രത്യേകിച്ച്? സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ ചേച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇവിടുള്ള ആളുടെ കാര്യം തന്നെ കട്ടപ്പോകാം. അല്ല, സിനിമയിൽ എന്താവാനാ ആഗ്രഹം? എനിക്ക് ഡയറക്ഷനിലെ താല്പര്യം. എനിക്ക് അഭിനയം. സിനിമയിലൊക്കെ കയറി പറ്റാൻ വലിയ കഷ്ടപ്പാടാ. ഞങ്ങൾക്കറിയാം, മമ്മൂക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾ എത്ര വരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. പാസ്സായോ? ഇല്ല, എനിക്ക് 4 പേപ്പർ കൂടി ഉണ്ട്. എനിക്ക് 5. ഓ, നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക്സ്. ഇന്ന് കഷ്ടപ്പെട്ട നാളെ മമ്മൂട്ടിയാവാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? വിജയിച്ച ഒരു മമ്മൂട്ടിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മമ്മൂട്ടിയേക്കാൾ കഷ്ടപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ 100 കണക്കിന് പാവങ്ങളുണ്ട് ഇവിടെ. അവരെയൊന്നും ആരും കേൾക്കുക ചെയ്യുന്നുണ്ടാവില്ല. പഠിച്ച് ഡിഗ്രി എടുക്കാൻ നോക്കാണ്ട് തോറ്റു തുണ്ടമ്പാടി അടക്ക നോടന് സംവിധായകനും. മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. എന്താണെന്നറിയോ? ഇല്ല. പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ശരി. ഹലോ, ഇങ്ങോട്ടാ ഇപ്പൊ പഠിക്കാൻ പോവാ? ഇന്നിനിപ്പോ പഠിക്കാൻ നിൽക്കണ്ട, കാണാൻ നാളെ കണ്ടിട്ട് പോയാ മതി. ഉണ്ണി സാറേ, സിനിമ ഉപേക്ഷിക്കേണ്ടി വരൂ. ചിലപ്പോ. ഉണ്ണി സാറേ, പുറത്ത് ആള് വന്നിട്ടുണ്ട്. ചാൻസ്. ചാൻസോ? എനിക്കൊരു ചാൻസ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. വേണ്ട. എന്നേട്ടാ, വണ്ടി നല്ല പഴുതായിട്ട് പുതിയത് എടുക്കാൻ നോക്കിട്ടാ. എടുക്കാടാ, നമ്മുടെ പടം തുടങ്ങട്ടെ. ഉണ്ണിയെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കണ്ടത് നന്നായി. ദേവരാജൻ സാറിന്റെ വർക്ക് ഇവിടെ തുടങ്ങാൻ പോവാണ്. കൊളപ്പുള്ളിയിലെ മന എനിക്കൊന്ന് കിട്ടണം. ഒരാഴ്ചത്തേക്ക് മതി. ഉണ്ണി വിചാരിച്ച ആ കാര്യം നടക്കണം. ഉണ്ണിയാണെങ്കിൽ ആ നമ്പൂരിയായിട്ട് നല്ല അടുപ്പത്തിലല്ലേ? സംഗതി ഏർപ്പാടാക്കാം. വാടക ഡെയിലി കൊടുക്കണം. പിന്നെ നമ്പൂരും കുടുംബത്തോടെ താമസിക്കുന്നത് ഫുഡ് വെയിറ്ററിനാക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഏറ്റു. ഫുഡ് പ്രത്യേകിച്ച്. ഈ കാര്യം പറഞ്ഞ് നോൺ വെജ് ഒഴിവാക്കിയാലേ ചെലവ് അത്രയും കുറയ്ക്കാം. അപ്പൊ ഉണ്ണിയെ ഞാൻ വിളിക്കേ. ഹലോ, കൈ നോക്കി ലക്ഷണം പറയാം. ഉള്ളതേ പറയൂ. കൈയൊന്ന് കാണട്ടെ. കൈയും നോക്കണ്ട, കാലും നോക്കണ്ട. സ്ഥലം വിട്ടോ. എന്തോ ഒന്ന് വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ. കുറെ അലഞ്ഞു, ഒന്നും ഫലം കണ്ടില്ല അല്ലേ? ആ കൈയൊന്ന് നീട്ടു, ബാക്കി പറയാം. ഉള്ള സത്യമാണെങ്കിൽ ദക്ഷിണ തന്നാ മതി. ഭാഗ്യരേഖ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുന്നു. അലച്ചില് ഫലം കാണാറായി. ഒരു സുന്ദരിയായ പെൺകുട്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. സുന്ദരിയായ പെൺകുട്ടിയോ? അതെ, വിവാഹം ഒത്തുവന്നില്ല, അതല്ലേ ദുഃഖം. ഇപ്പോഴുള്ള ബിസിനസ് നഷ്ടത്തിലാണ്. ആഗ്രഹിച്ച പോലെ ഉടൻ തന്നെ ഗൾഫിലേക്കുള്ള വിസ റെഡിയാവും. അതോടെ വിവാഹമടക്കം എല്ലാം മംഗളാവും. ഒന്ന് പറഞ്ഞു നോക്കിയതാ, രാവിലത്തെ പണി ഏറ്റില്ല. ശംഭോ മഹാദേവ. ഒരു ബുഷ് മാറി തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉടനെ മാറേണ്ടി വരുംട്ടാ. പോണിടത്തോളം അങ്ങോട്ട് പോട്ടടോ. ഒന്നിനെ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കരുന്ന. വണ്ടി ആയാലും മനുഷ്യരായാലും. എത്രയാടോ? 50 രൂപ. ഒരു 1-ാം തീയതി ആട്ടെ, ശമ്പളം കിട്ടുമ്പോ തരാം. അതിനുള്ളിൽ ശമ്പളം എനിക്കല്ല, ഭാര്യക്ക്. ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു. ഓളുടെ ദേഹത്തുണ്ടായിരുന്ന തരി പൊന്നുപോലും വിശ്വട്ടാ, എന്താ തിയേറ്റർ തുറക്കാൻ പരിപാടി ഉണ്ടോ? അടച്ചുകൂട്ടിയാലും മാറ്റിനിയുടെ നേരമാകുമ്പോ ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ
ഓർമ്മ വെച്ച കാലം മുതൽ ശീലിച്ചു പോയല്ലേ. ഉണ്ണിക്ക് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് നീ വാശി പിടിച്ച് കരയുമ്പോൾ നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഈ ഓട്ടെ കൂടെ സിനിമ കാണിക്കും നിന്നെ. അവിടെ നിന്റെ കരച്ചിൽ നിൽക്കും. തിരിച്ചു പോകുമ്പോ വിശ്വേട്ടന്റെ വക ഒരു തുണ്ട് ഫിലിമും കിട്ടുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും സിനിമ എന്റെ രക്തത്തിൽ അലിഞ്ഞു കയറുന്നു. നിന്റെ സിനിമയുടെ കാര്യങ്ങൾ ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ആവുമ്പോൾ നീ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ സിനിമയെ നിലനിർത്തുന്നത് ഞങ്ങളുടെ കാശ. നിർമ്മാതാവ് വിതരണക്കാരൻ്റെ അഡ്വാൻസ് വാങ്ങും, വിതരണക്കാർ ഞങ്ങളുടെ. കോടികൾ മുടക്കി സൂപ്പർ താരങ്ങളുടെ പടമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ നിന്ന് അഡ്വാൻസ് വാങ്ങാൻ പറ്റും. ആയിരത്തിൽ ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. പിടിച്ചു നിൽക്കാൻ പറ്റാതാകുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോട്ടും. തന്നെ ഏഷ്യാനെറ്റ് പാട് കാണാടാ. ആ മിടുക്കന്മാരെ അവാർഡ് മേടിക്കും. അതില്ലാത്ത ഒരു വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ട് രസിക്കും. വേണ്ട, എന്താന്ന് വെച്ചാൽ കണ്ടോ. വേണ്ട വേണ്ട, അച്ഛൻ കണ്ടോട്ടെ. പിടിച്ച് അവാർഡ് വാങ്ങാൻ ആൾക്കാരിങ്ങനെ സ്റ്റേജിലേക്ക് കയറണത്, വാങ്ങിയിട്ട് എന്തൊക്കെയാ പറയണത്, ഇതൊക്കെ അച്ഛനോട് പഠിക്കാനുള്ളതല്ലേ. അടുത്ത കൊല്ലം അച്ഛന് പോയി വാങ്ങാനുള്ളതാ മോനെ. അച്ഛൻ സമ്മാനം വാങ്ങുന്ന നമുക്കും ടിവിയിൽ കാണാല്ലേ. എന്തിനാ മോനെ ടിവിയില് കാണുന്നത്? സമ്മാനം വാങ്ങിക്കാൻ നമുക്കും പോയി കൂടി തിരുവനന്തപുരത്തേക്ക്. അവിടെ ചെന്നാൽ ചിലപ്പോ അവർ അമ്മക്കും തരും ഒരു അവാർഡ്. നിന്റെ അച്ഛനെ പോലത്തെ ഒരാളെ സഹിക്കുന്നതിന് സഹ നടിക്കുന്ന അവാർഡ് ഇല്ലേ ഉണ്ണിയേട്ടാ? അതെ അച്ഛൻ, ഞങ്ങളെയും കൊണ്ടുപോകാ തിരുവനന്തപുരത്തേക്ക്. എന്തായി സിനിമക്കാരെ സഹായിക്കാൻ പലിശക്കെടുത്ത കാശിന്റെ കാര്യം? അത് കൊടുത്തല്ലോ. അത് ശരി, ഉണ്ണിയുടെ നുണ പറയാനും തുടങ്ങിയല്ലേ? 50,000 പലിശയും ചോദിച്ച ആള് വന്നിരുന്നു സ്കൂളിലേക്ക്. ഉണ്ണി പറഞ്ഞ സമയമെല്ലാം തെറ്റിച്ചു, അതുകൊണ്ടാ ടീച്ചറെ കാണാൻ വന്നതെന്ന്. അപ്പൊ തന്നെ ഞാൻ വേണുസാറിനെ കിഷോറിനെ വിളിച്ച് അന്വേഷിച്ചു. ഇനി അവരെന്നാണോ സ്കൂളിലേക്ക് വരിക? സ്കൂളിൽ പിന്നെ നല്ല പേരാണല്ലോ ഉണ്ണിയേട്ടന്. ഇതെല്ലാം ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ വിരോധമില്ല, ഞാൻ വീട്ടിക്കോളാം. ഇതിപ്പോ അങ്ങനെയാണോ? ശരിയാ, സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ജോലി തന്നെ എനിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതും. ഒരു വീട് എങ്ങനെയാ നടന്നു പോണെന്ന് ഉണ്ണിയേട്ടന് വല്ല ബോധ്യമുണ്ടോ?